Okay, dear students, in the previous class we are discussed about open air oxidation. So open air oxidation is a selective oxidizing method for preparing ketones from secondary alcohols. It is selective for the preparation of ketones, and ketones is prepared from secondary alcohol, and it is the opposite of MPV reduction. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദ ആൽക്കഹോൾ ഈസ് ഓക്സിഡൈസ്ഡ് വിത്ത് അലൂമിനിയം ഐസോപ്രപ്പോക്സൈഡ് ഇൻ എക്സസ് ഓഫ് അസറ്റോൺ. ഈ ഓപ്പൺ എയർ ഓക്സിഡേഷനിൽ അസറ്റോൺ എന്താണ്? ഒരു റിയാക്റ്റൻ്റ് ആണ്. അതുകൂടാതെ ആ ആൽക്കഹോളിനെ, നമ്മൾ എടുക്കുന്ന സെക്കൻഡറി ആൽക്കഹോളിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു റിയാക്റ്റൻ്റ് അസറ്റോൺ ആണ്. അപ്പോൾ എക്സസ് അസറ്റോൺ എടുക്കും, അതിലേക്ക് നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്നിട്ട് അലൂമിനിയം ഐസോപ്രപ്പോക്സൈഡ് വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓക്സിഡൈസ് ചെയ്യണത്. അത് വെച്ചിട്ടാണ് നമുക്ക്, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കീറ്റോൺ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടുവേർഡ്സ് ദ പ്രോഡക്റ്റ് സൈഡ്. ഓക്കെ, and here നോക്കൂ, this is an example, general example. Here this is an secondary alcohol, and this is the excess ketone. And when we mixed this alcohol, secondary alcohol, with this excess ketone in presence of aluminum propoxide and heated, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ എയർ ഓക്സിഡേഷൻ ആയിരിക്കും. സോ ദ പ്രോഡക്റ്റ് ഇസ് കീറ്റോൺ, ആൻഡ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്? ആൽക്കഹോളാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? MPV റിഡക്ഷൻ. ഓക്കെ, അതായത് കീറ്റോണിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളും കിട്ടും, ആൽക്കഹോളിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോണും കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഇപ്പോൾ ഇതുവരെ ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് ഫ്രം സെക്കൻഡറി ആൽക്കഹോൾസ്. പ്രൈമറി ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആൽഡിഹൈഡ് കിട്ടും. അതിനെ ഫെർദർ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടും. കോമൺലി യൂസിങ് oxidizing agents are KMnO4, K2Cr2O7, CrO4, and other strong oxidizing agents are PCC, Collins reagent, and chromium at 573 Kelvin. And in the case of ketones also, but in the case of ketones a specific oxidation method is also followed. ഏതാണ്? open air oxidation. Open air oxidation is the reverse of MPV reduction, and this open air oxidation is a selective method for the synthesis of ketones from secondary alcohol. And in open air oxidation the excess of ketone is treated with the secondary alcohol in presence of aluminum propoxide isopropoxide, giving alcohol ketone as the product. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് അത്രയുണ്ട്, അത് മൊത്തം കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അടുത്തതാണ് ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഇതിൽ പ്രൈമറി ആൽക്കഹോൾസിനെയും സെക്കൻഡറി ആൽക്കഹോൾസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡീഹൈഡ്രോജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കുക, കാറ്റലിറ്റിക് ഡീഹൈഡ്രോജിനേഷനാണ്. ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ആൽഡിഹൈഡ്സ് എങ്ങനെയാണ് എന്താക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എടുത്തു, കോപ്പറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്തു? ഡീഹൈഡ്രോജിനേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി? ആൽഡിഹൈഡ് കിട്ടി. അപ്പം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. മിസ്സ് ഫൈനലി ഒരു ചാർട്ട് മിസ്സിട്ടിരുന്നുണ്ട് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ്സ് ആദ്യം നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് കിട്ടും. അതുപോലെ തന്നെ പ്രൈമറി ആൽക്കഹോളിന് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോജനേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽഡിഹൈഡ് കിട്ടും. സോ ഹിയർ an example is giving ethyl alcohol on catalytic hydrogenation in presence of copper at 573 Kelvin, giving ethanol. എന്താണ്? giving ethanol. ഓക്കെ, അടുത്തത് നോക്കൂ, കീറ്റോൺസ്. സെക്കൻഡറി ആൽക്കഹോൾ എടുക്കുന്നു, കോപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ദെൻ ദ പ്രോഡക്റ്റ് വിൽ ബി എ ketone. Here an example is explained. Isopropyl alcohol
in presence of copper, giving acetone as the product. CH3 CHOH CH3. അപ്പം ഈ ഒരു പാർട്ടിൽ ആണ് നടക്കുന്നത് ഹൈഡ്രജനേഷൻ നടക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ഇതെന്തായി മാറും, കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജനായിട്ട് മാറും. ദെൻ ഇവിടെ നോക്കൂ, പക്ഷേ ഇതെന്താണ്, ടേർഷ്യറി ആൽക്കഹോളാണ്. ഇതെന്താണ്, ടേർഷ്യറി ആൽക്കഹോളാണ്. ഇതെന്താണ്, ടേർഷ്യറി ആൽക്കഹോളാണ്. പക്ഷേ ഈ ടേർഷ്യറി ആൽക്കഹോളിൽ നോക്കൂ, സാധാരണ നമ്മൾ പറഞ്ഞത് പ്രൈമറി സെക്കൻഡറി ആൽക്കഹോളിന് എന്താ പറയുക, ഹൈഡ്രജനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, കീറ്റോൺ ഓർ ആൽഡിഹൈഡ് കിട്ടണം. ബട്ട് ഇൻ ദി കേസ് ഓഫ് ടേർഷ്യറി ആൽക്കഹോൾ അതിനെന്തില്ല, ദർ ഈസ് നോ റിയാക്ഷൻ വിത്ത്, റിയാക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, they can't produce എന്താണ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. they can only produce an alkene. അതായത് ടേർഷ്യറി ആൽക്കഹോൾസിനെ നമ്മൾ ഡീഹൈഡ്രോജനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് വിൽ ബി ആൻ ആൽക്കീൻ. സി ഡബിൾ ബോണ്ട് CH2. ഇവിടെ നോക്കൂ, ഈ OH എന്തായിട്ട് മാറും, ഒരു ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പായിട്ട് മാറും. അപ്പം നിങ്ങളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടുന്നത് primary and secondary giving only aldehydes and ketones, while tertiary alcohols does not give aldehydes and ketones, they only give an alkene. Undergo hydrogenation, they give only an alkene. ആ ഒരു പോയിന്റ് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ പ്രിപ്പറേഷനാണ് ആൽക്കെയിൻ നൈട്രൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ്. ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഫ്രം ആൽക്കെയിൻ നൈട്രൈൽസ് ആൻഡ് ആൽക്കൈൽ സൈനൈഡ്സ്. ആൽക്കൈൽ സൈനൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N. റിഡക്ഷൻ ഓഫ് നൈട്രൽ. ഫസ്റ്റ് എന്താണ്, റിഡക്ഷൻ ഓഫ് നൈട്രൈൻസ്. ഇത് എല്ലാവർക്കും അറിയാം. സയനൈഡിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും എന്നുള്ളത് നമ്മൾ പൊതുവേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ റിഡക്ഷൻ ഓഫ് നൈട്രൈൽസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻ റിയാക്ഷൻ. വാട്ട് ഈസ് ഇറ്റ്? സ്റ്റീഫൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കൈൽ നൈട്രൈൽസ് ഓൺ റിഡക്ഷൻ വിത്ത് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl in dry ether giving corresponding imine hydrochlorides which on acid hydrolysis give corresponding aldehydes. This reaction is known as Stephen reaction. ഒരു important name reaction ആണ്. So you have to point out this reaction. എന്താണ് ആൽക്കൈൽ നൈട്രൈൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ, കുറച്ച് സ്റ്റാനസ് ക്ലോറൈഡ് എടുക്കുക, കുറച്ച് HCl എടുക്കുക, ആൽക്കൈൽ നൈട്രൈൽസും എടുക്കുക, എന്നിട്ട് ഡ്രൈ ഈഥറിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ഈഥർ വെച്ചിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഇമൈൻ ഹൈഡ്രോക്ലോറൈഡ്സ് കിട്ടും. എന്താ കിട്ടുക? ഇമൈൻ ഹൈഡ്രോക്ലോറൈഡ്സ് കിട്ടും. അതിന് ആസിഡ് ഹൈഡ്രോളൈസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗിവ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സ്റ്റീഫൻ റിയാക്ഷൻ. ഈ സ്റ്റീഫൻ റിയാക്ഷൻ വെച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. കീറ്റോൺസ് cannot be prepared by Stephen reaction. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, റിയാക്ഷൻ നോക്കൂ. ഒരു മിനിറ്റ്, റിയാക്ഷൻ ഒന്ന് നോക്കിക്കേ. റിയാക്ഷൻ ഒന്ന് നോക്കൂ. നൈട്രൈൽസിന് സ്റ്റാനസ് ക്ലോറൈഡും HCl. സാധാരണ ഈ സ്റ്റാനസ് ക്ലോറൈഡിൻ്റെ മക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എവിടെയാണ് ചെയ്തത്? ഒരു വോളിയോമെട്രി ടൈട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റാനസ് ക്ലോറൈഡ് റിഡക്ഷൻ, അയേൺ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ സാധാരണ റിഡക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് സ്റ്റാനസ് ക്ലോറൈഡും HCl കേട്ടോ. അപ്പം നൈട്രൈൽസിൽ സ്റ്റാനസ് ക്ലോറൈഡിൻ്റെ HCl പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിലാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇമൈൻ കിട്ടും. ഒരു മിനിറ്റ്, പ്രോഡക്റ്റ് എന്തായിരുന്നു? ഇമൈൻ ഹൈഡ്രോക്ലോറൈഡ്സ് ആണ് കിട്ടുക. സോ RCH ഡബിൾ ബോണ്ട് NH, ഇങ്ങനെ ഒരു ഇമൈനായിട്ട്. ആ ഹൈഡ്രോക്ലോറൈഡ് കാണിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. ജനറൽ റിയാക്ഷനാണ് ഇവിടെ ഉണ്ട്, ഈ എക്സാമ്പിളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമൈൻ കിട്ടും. ഇതിനെ നമ്മൾ ആസിഡ് ഹൈഡ്രോളൈസൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ആസിഡ് എടുത്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുക. അത് ഹൈഡ്രോളൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂടാക്കുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. അപ്പോൾ ആൽഡിഹൈഡ്സ് മാത്രമേ സ്റ്റീഫൻ റിയാക്ഷൻ വഴി വെച്ചിട്ട്, സ്റ്റീഫൻ റിഡക്ഷൻ വെച്ചിട്ട് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ
here acetonitrile is taken and it is reduced in presence of stannous chloride and HCl giving imine complex. എന്താ കിട്ടുന്നത്? ഇമൈൻ കോംപ്ലക്സ് CH3 CH ഡബിൾ ബോണ്ട് NHHCl. എന്താ കിട്ടുന്നത്? CH ഡബിൾ ബോണ്ട് NHHCl. ആ ട്രിപ്പിൾ ബോണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ആകും. ദെൻ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർട്ട് മൊത്തം അങ്ങ് പോകും, NHHCl അങ്ങ് പോകും. അപ്പോൾ എന്ത് കിട്ടും? CH3 CHO പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഒരു ആൽഡിഹൈഡും അമോണിയം ക്ലോറൈഡും പ്രോഡക്റ്റായി വരും. ഇനി ദിസ് ഇസ് ബെൻസോനൈട്രൈൽ. ബെൻസോനൈട്രൈൽ on reduction giving imine complex that is CH double bond NHHCl giving then on hydrolysis, acid hydrolysis, giving benzaldehyde as the product and ammonium chloride as the byproduct. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നന്നായിട്ട് നോക്കുക. ദെൻ അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ. നമുക്ക് ഇങ്ങനെ, നിങ്ങൾക്ക് ഇനി ആ ട്രിപ്പിൾ ബോണ്ട് ഇത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ജാമിന് ചോദിക്കുക. അങ്ങനെയൊന്നും ബോണ്ടൊന്നും തിരിച്ചൊന്നും തരില്ല, ജസ്റ്റ് ഇങ്ങനെ തരും. ഇതൊരു നൈട്രൈലാണ്. അപ്പം പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷൻ ഒഴിച്ചിടും. അപ്പോൾ ഈ ഒരു കാര്യം സ്റ്റാനസ് ക്ലോറൈഡും HCl കണ്ട എല്ലാം 2-3 സ്റ്റെപ്പിൽ എഴുതുന്നത് എല്ലാം കൂടി ഒരു ആരോ മാർക്കിൻ്റെ ഉള്ളിൽ കൊണ്ട് തന്നു. സ്റ്റാനസ് ക്ലോറൈഡ് ഇസ് ഹിയർ, HCl ഉണ്ട്, ആൻഡ് ഇത് H2O ഹീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രോലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് ഗിവിങ് ആൽഡിഹൈഡ്. കണ്ടോ, കറസ്പോണ്ടിങ് പെൻറ്റ ആൽഡിഹൈഡ് കിട്ടി, സൈക്ലോ പെൻറ്റ ആൽഡിഹൈഡ് കിട്ടും. ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലൊരു സയനൈഡാണ്. ഒന്നുമില്ല, ഈ സയനൈഡിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹിയർ CHO ഗ്രൂപ്പ്. ഓക്കെ, ഇനി ജനറൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? RC ട്രിപ്പിൾ ബോണ്ട് N സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ഗിവിങ് എന്താണ്? RCHC. അതായത് ഇത് സോൾട്ടായിട്ട് മാറുക ചെയ്യുക, N+Cl- എന്നുള്ള സോൾട്ടായിട്ട് മാറുക ചെയ്യുക. ഈ സോൾട്ടിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ആൽഡിഹൈഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. സ്റ്റീഫൻ റിയാക്ഷൻ എന്താണ്? ആൽഡിഹൈഡ്സിനെ മാത്രം സിന്തസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഓപ്പൺ എയർ ഓക്സിഡേഷൻ എന്താണ്? ഓൺലി ഫോർ കീറ്റോൺസ് ഫ്രം സെക്കൻഡറി ആൽക്കഹോൾസ്. സ്റ്റീഫൻ റിയാക്ഷൻ ഈസ് ഓൺലി ഫോർ ആൽഡിഹൈഡ്സ്. ഫ്രം സ്റ്റീഫൻ റിയാക്ഷൻസ് ഇറ്റ് cannot be prepared, ketones cannot be prepared. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, സ്റ്റീഫൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയേജൻസ് സ്റ്റാനസ് ക്ലോറൈഡും HCl പിന്നെ ആസിഡ് ഹൈഡ്രോളിസിസും. നമുക്ക് ഫസ്റ്റ് ഒരു ഇമീൻ ക്ലോറൈഡ് ആയിരിക്കും കിട്ടുക, ഇമീൻ ഹൈഡ്രോക്ലോറൈഡ് ആയിരിക്കും കിട്ടുക. അതിന് ആസിഡ് ഹൈഡ്രോളിസൈസ് ചെയ്യുമ്പോഴാണ് ആൽഡിഹൈഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് കീറ്റോൺസ്. നൈട്രൈൽസ് വെച്ചിട്ട് എങ്ങനെ കീറ്റോൺസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നോക്കാം. നൈട്രൈൽസ് വെച്ചിട്ട് സ്റ്റീഫൻ റിയാക്ഷൻ മാത്രമേ പറ്റില്ല എന്നുള്ളൂ, വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കൂ, നൈട്രൈൽസ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ചിട്ട് നൈട്രൈലും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രോഡക്റ്റിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കീറ്റോൺ ആസ് ദ പ്രോഡക്റ്റ്. ദിസ് ഇസ് നൈട്രൈൽ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു റിയേജൻ്റ് ആണ് RMgX അല്ലേ? RMgX ഹിയർ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് RMgI ആണ്. ഓക്കെ, RMgI ആണ്. അപ്പോൾ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഡയറക്റ്റ്ലി NMgI വരും. അതായത് ഈ R' ഈ കാർബണിൽ വന്നു അല്ലേ? ഈ R' ഈ കാർബണിൽ വന്നു. ദെൻ ബാക്കി എന്തുള്ളത്? പിന്നെ MgI ആണ്. അത് നേരെ നൈട്രജൻ്റെ അടുത്തും പോയിട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ടായി. ദെൻ ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് അങ്ങ് പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടി? കീറ്റോൺ കിട്ടി. പിന്നെ നൈട്രജൻ കണ്ടെയ്നിങ് പാർട്ട് അമോണിയ ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ദെൻ ബാക്കിയുള്ളത് MgOH അയഡിനായിട്ട് എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ഓർ എന്ന് പറഞ്ഞ അടുത്തൊരു റിയാക്ഷൻ നോക്കൂ. നൈട്രൈൽ എടുത്തിട്ടുണ്ട്, ഹിയർ ഒരു ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എടുത്തിട്ടുണ്ട്, അക്വസ് ആസിഡ് എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടി? കീറ്റോൺ കിട്ടി, പ്ലസ് അമോണിയ പ്ലസ് മെഗ്നീഷ്യം സോൾട്ട്. ഇവിടെ ബോണ്ട് ഫോം ചെയ്ത ഒരു മെത്തേഡൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഫസ്റ്റ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്തു.
വീണ്ടും ഇത് കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ അല്ല, അതാണ് രണ്ടെണ്ണാക്കി കാണിച്ചിരിക്കുന്നത്. ദെൻ കാർബൺ R' ഫോം ചെയ്തു. ബോൺസ് ബ്രേക്ക് ചെയ്തത് ഏതാ? ഹൈഡ്രോളൈസ് ചെയ്തപ്പോൾ ബ്രേക്ക് ചെയ്തത് ഏതൊക്കെയാണ്? കാർബൺ നൈട്രജൻ, കാർബൺ നൈട്രജൻ, കാർബൺ നൈട്രജൻ ബ്രേക്ക് ചെയ്തു അല്ലേ? ഓക്കെ, എക്സാമ്പിൾസ് നോക്കൂ. C∼N ബെൻസീൻ്റെ മുകളിൽ സയനൈഡ് റിങ് തന്നു, അതിന് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വാട്ടർ ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ കീറ്റോൺ. ഇത് തന്നിട്ട് ഇതേ സെയിം പ്രോഡക്റ്റ്, ഇതേ സെയിം റിയാക്റ്റൻ്റ് തന്നിട്ട് നിങ്ങളോട് സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം ആസിഡും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പ്രോഡക്റ്റ് വിൽ ബി ആൻ ആൽഡിഹൈഡ്. ബട്ട് if the reactant side, so if the reagents are CH3 a Grignard reagent, water, acid ആണെങ്കിൽ the product will be a ketone. ഓക്കെ, ഇത് എക്സാമ്പിൾസ് ജസ്റ്റ് നോട്ട് ചെയ്യുക. C∼N ഈ ഒരു റിയേജൻ്റ് ആയത് കാരണം ഇതെന്തായി? പ്രോഡക്റ്റ് എന്തായി? കീറ്റോണായി. ഇവിടെ വീണ്ടും ഈ റിയേജൻ്റ് ആണ്, അപ്പോൾ ഇതെന്തായി? കീറ്റോണായി. ഇതെങ്ങനെ ഇത്രയും കിട്ടുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? അതായത് ഈ കാർബണിൻ്റെ മുകളിൽ ഈ CH3 വന്ന് അറ്റാച്ച് ചെയ്യും. ഈ കാർബണിൻ്റെ മുകളിൽ CH3 വന്ന് അറ്റാച്ച് ചെയ്യും. ആ CH3 ആണ് ഈ കാണുന്നത്. ഓക്കെ, ദെൻ അത് പിന്നെ ഉള്ളതാണ് എന്ത്? C∼O. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ഈ MgBrൻ്റെ മുകളിലുള്ള ഗ്രൂപ്പ് R' എന്ന് പറയുന്നത് ബെൻസീൻ റിംഗ് ആണ്. സോ ഹിയർ ഈ കാർബണിൽ ഡയറക്റ്റ് എന്ത് വരും? ബാക്കിയൊക്കെ അങ്ങനെ തന്നെ, ഈ പാർട്ട് മൊത്തം അങ്ങനെ തന്നെ. ഇവിടെ എന്ത് വരും? ബെൻസീൻ റിങ് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ പറയാം, മിസ് എന്ത് ചെയ്യാം? വേറെ തന്നെ സെൻഡ് ചെയ്ത് തരുന്നു. അപ്പോൾ ഞാൻ ഈ മൊത്തം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തം ഒരു എളുപ്പത്തിലുള്ളൊരു ചാർട്ട് മിസ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു.